കൂട്ടുകാർക്കെല്ലാം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിന് മുമ്പത്തെ വീഡിയോ ഒരു ഗേറ്റ് എങ്ങനെയാണ് പുതുതായി സെറ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ കാണിച്ചിരുന്നു. ഇത് സെറ്റ് ചെയ്തിട്ട് ഇന്ന് 10 ദിവസമായി. 10 ദിവസം മതിയെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. ഇന്ന് നമ്മളത് ഓപ്പൺ ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ ഗേറ്റ് ഓപ്പണായിരിക്കുന്നു. ഇപ്പോഴാ പയ്യന അടിയിൽ നമ്മുടെ പില്ലറിനകത്ത് കോൺക്രീറ്റ് ചെയ്ത് അതിനകത്ത് ഉറപ്പിച്ച കുറ്റിക്കകത്താണ് ഗേറ്റിൻ്റെ അടിയിലത്തെ പ്ലാസ്റ്റിക് ഇട്ട് കെട്ടിയിരിക്കുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലത്തെ ഗുണമാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നത്. ഒരിക്കലും ഈ ഗേറ്റ് എന്നാൽ പോലും ഒരു ശകലം ഇരുത്തം ചിലപ്പോൾ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 1.5 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ മിച്ചമുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഇച്ചിരി ഒന്ന് പൊക്കിയാണ് ഈ ഗേറ്റിൻ്റെ മണ്ടവശം ഇച്ചിരി അകലം കൂടുതലിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇരുന്നാലും കുറച്ച് കഴിയുമ്പോഴത്തേനത് കറക്റ്റാവും. ഇപ്പം ഗേറ്റിൻ്റെ 2 പാളികൾ തമ്മിൽ അടുത്ത് നിൽക്കിയാൽ അടിവശം ചേർന്നിരിക്കും. മുകളിലൊരു 2 സെൻറ്റിമീറ്ററോളം ഗ്യാപ്പ് ഉണ്ട്. അത് കുറേ നാളിങ്ങനെ നമ്മൾ തുറന്നിട്ട് തൂങ്ങിയൊക്കെ കഴിയുമ്പോഴത്തേന് നേരെ ആയിക്കോളൂ എന്നാണ് പറഞ്ഞത്. അത് ഏതാണ്ട് ഒരു 5-8 മാസത്തിനുള്ളിൽ അത് നേരെയാകും. അപ്പോൾ അത് ലെവലാകും. ഒരിക്കലും ഗേറ്റ് ഇരിക്കുകയില്ല. പിള്ളേർ കയറിയാൽ ഒന്നും ഒരു പ്രശ്നവും വരികയില്ലെന്നാണ് ഇവർ പറഞ്ഞത്. ഇതാണ് നമ്മുടെ ഗേറ്റുമൊക്കെ പിടിപ്പിച്ചത് തുറന്നിട്ട് കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു കാഴ്ച. കുറേ മതിൽ തേപ്പ് തകൃതിയായിട്ട് നടക്കുന്നു. തേപ്പൂടെ കഴിയണം. അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ മറ്റേ അതിൻ്റെ അടിവശം കോൺക്രീറ്റ് ഇടാൻ വേണ്ടിയിട്ട് കുഴിയൊക്കെ എടുത്ത് അതിനകത്ത് കരിങ്കല്ല് പതിപ്പിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കോൺക്രീറ്റ് ഇടുന്നത്. അല്ലെങ്കിൽ വണ്ടിയൊക്കെ കയറുമ്പോൾ താഴുമില്ല. അതൊരു 3-4 ദിവസം ഇടണമെന്നാണ്. അതും കൂടെ കഴിഞ്ഞിട്ടേ വണ്ടി കയറ്റുന്നുള്ളൂ. ഞാൻ അടുത്ത ഒരു വീട്ടിൽ കൊണ്ട് ഇട്ടിരിക്കുവാണ്. നല്ല അടുക്കി കോൺക്രീറ്റ് കൂട്ടി അത് ഇട്ട് ഞങ്ങളുടെ അമ്പലത്തിൽ ഇന്ന് തിരുവാതിര ആണ്. അതിൻ്റെ നാമജപം കേൾക്കാം. എല്ലാ മാസത്തെയും തിരുവാതിര നാളിൽ രാവിലെ തൊട്ട് നാമജപം ഉണ്ട്. ഇനി നമ്മൾ നടക്കണമെന്ന് ഒരു 10:30 ആകും. അത് കഴിയുമ്പോൾ എല്ലാവരും സാധമൊക്കെ കഴിച്ചിട്ടാണ് പോകാറുള്ളത്. എല്ലാ തിരുവാതിരയ്ക്കും ഉണ്ട് കേട്ടോ. അങ്ങനെ കോൺക്രീറ്റ് ഇടാൻ തുടങ്ങി. കോൺക്രീറ്റിങ് ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ പരിക്കിനൊക്കെ ഇട്ട് ഒന്ന് ലെവൽ ചെയ്ത് ഉരുട്ടിയൊക്കെ വെച്ചിട്ട്
അത് കഴിഞ്ഞ് ഒരു ഡിസൈൻ ഉണ്ടാക്കണം. ഇപ്പോൾ നമ്മൾ ഈ ചവിട്ടുന്ന ഒരു മാറ്റുണ്ട് റബ്ബറിൻ്റെ, അതിങ്ങനെ അടിച്ച് പതിപ്പിച്ച് വെക്കാമെന്നാണ് പറഞ്ഞത്. അതാണ് നല്ലത്. അങ്ങനെ ഞങ്ങളുടെ ഏറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് വീടിനൊരു ഗേറ്റും ഒക്കെ വെച്ച് കോമ്പൗണ്ട് വാളും കെട്ടണം എന്നുള്ളത്. അത് താമസിച്ചതിന് 1-2 കാരണങ്ങളുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, ഞങ്ങളീ പെര പണിതിട്ടിപ്പം 12 വർഷമായി. ഞങ്ങൾ പെര പണിത് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേന് ശബരി റെയിലിൻ്റെ ഒരു പദ്ധതി വന്നു. അത് ഞങ്ങളുടെ കയ്യിൽ വന്ന് കുറ്റി അടിക്കുകയൊക്കെ ചെയ്തു. അത് പെര ഇരിക്കുന്നിടത്തുകൂടിയല്ല. അപ്പോൾ അവർ പറഞ്ഞു ചിലപ്പോൾ ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറാം എന്ന് പറഞ്ഞു. അങ്ങനെ അത് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ പിന്നീട് അതൊന്നും ചിന്തിച്ചില്ല, ഒന്നും ചെയ്തുമില്ല. അങ്ങനെ ഇപ്പം വർഷങ്ങൾ കഴിഞ്ഞു. അത് കഴിഞ്ഞൊരു 2022 ലാസ്റ്റിലെങ്ങാണ്ടാണെന്ന് തോന്നുന്നു, നമ്മുടെ MC റോഡിന് സമാന്തരമായിട്ടുള്ള ഹൈവേയുടെ ഒരു പ്രൊജക്റ്റ് വന്നത്. അതിൻ്റെ ഏരിയ സർവേയുടെ ഒരു റൂട്ട് മാപ്പ് എനിക്ക് കിട്ടി. അത് ഞങ്ങളത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ വീട് അതിൻ്റെ സെൻറ്ററിലാണ്. എൻ്റെ വീട് മാത്രമല്ല, ഈ ലൈനിൽ 5 വീടുണ്ട്. ആ 5 വീടും ഇതിന് നടുക്കാണ്. അത് കാരണം അങ്ങനെയും കൂടെ വന്നപ്പോഴത്തേന് ഇതിന് ഒന്നുകൂടെ ഞങ്ങൾക്ക് ഒരു മടിയായി ചെയ്യാൻ. ഇത്രയും വർഷമായി പെരയാണെ മുഴുവൻ പായലും പിടിച്ച് പെയിൻറ്റ് അടിക്കാതെ ഒന്നും ചെയ്യാതെ കിടക്കുമല്ലോ. ഫ്രണ്ട് വശമാണേലും ഇങ്ങനെ കാട് പിടിച്ചായിരുന്നു. വീട് കാണാൻ പോലും ഇല്ല. പലരും കണ്ടാൽ തന്നെ ഓർക്കും ഒരു പ്രേതാലയത്തിൻ്റെ ഒരു ലുക്കായി. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ പദ്ധതി ക്യാൻസലായെന്നൊക്കെ പറഞ്ഞ് വാർത്ത കണ്ടു. അത് കഴിഞ്ഞ് ഇപ്പോൾ പറയുന്നുണ്ടത് പിന്നെ വിഷൻ 2047 പദ്ധതിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വന്നാലും വേണ്ടിയില്ല, വന്നില്ലേലും വേണ്ടിയില്ല. വന്നാൽ വന്നു, വന്നതിൻ്റെ ബാക്കി അപ്പം നോക്കാം. ഇപ്പം നമ്മൾ പെര ഏതായാലും രണ്ടും കൽപ്പിച്ച് അതിൻ്റെ മെയിൻ്റനൻസ് അങ്ങ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇതിനൊരു തുടക്കം കുറിച്ചത്. ഈ പണികളൊക്കെ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഇങ്ങനെ ഞങ്ങൾ രണ്ടും ചുമ്മായിരിക്കുമല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആകാം, എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടാമെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇപ്പോൾ വേറെ വീഡിയോ എടുക്കാനൊന്നും സമയമില്ല, കാരണം പണിക്കാരുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വർക്കിൻ്റെ വീഡിയോ ഇടയ്ക്കിങ്ങനെ ഇടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ കോൺക്രീറ്റിങ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിൽ പരിക്കനിട്ട് ഏതാണ്ട് ലെവൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഡിസൈനൊക്കെ എന്താ ഞാൻ പറഞ്ഞത്, ഒരു മാറ്റുണ്ട്. ആ മാറ്റി വെച്ചിട്ടാണ് ഇതിൻ്റെ കുഴി ഒരു 1.5 അടി താഴ്ചയിൽ മണ്ണെടുത്തിട്ട് അതിനകത്താണ് കരിങ്കല്ല് പാകി അതിൻ്റെ മുകളിലാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് ടിപ്പറുമൊക്കെ കയറിയാൽ പോലും ഇരുന്ന് പോകരുത്. ഒരു 5 ദിവസം കിടക്കണം. നല്ല കട്ടിക്കും കടുപ്പത്തിലുമൊക്കെയാണ് ഡിസൈൻ അടിക്കുവാണ്. പഴുത്തി മാറ്റ റബ്ബർ മാറ്റ അത് വെച്ച് വന്നിട്ട് ചെറിയ ചെറിയ മഴകളായിട്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പറയുന്നതൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് വരികയാണ്. ഒരു മിഷീന് കാട് വെക്കുന്നുണ്ട്. അതിൻ്റെ ഒറ്റ കാരണം നേരെ ഫ്രണ്ടിലാണ്. നേരത്തേനെ കാണണം. അതുകൊണ്ട് നമുക്ക് വീഡിയോ ഇതിൽ കഴിയുന്നവർ കാണാം.
ഇവിടുത്തെ ഡിസൈനും അതെല്ലാം സെറ്റപ്പായി. ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കതൊരു അനുഗ്രഹമായിരിക്കും. അപ്പോൾ ആ വഴിക്ക് ഞങ്ങൾക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും, വ്യൂവേഴ്സിനെ കിട്ടും. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഈ ചാനലൊന്ന് മുമ്പോട്ട് പോകാൻ ഞങ്ങളെ ഒരു ഊർജ്ജം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ.